ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കുന്നത് ഇതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 46 ഇഞ്ചും നമുക്ക് എത്രയാണ് മെഷർമെൻറ്റിൽ അളവ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയുമാണ് ലെന്ത് എടുക്കുന്നത്. ചെസ്റ്റ് കൊടുത്തിരിക്കുന്നില്ലേ, ചെസ്റ്റ് എന്ന് പറയുന്നത് 34ൻ്റെ കൂടെ പ്ലസ് ഇട്ട് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാനുള്ളതാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റിൻ്റെ തൊട്ട് താഴെയുള്ള മൊത്തത്തിലുള്ള അളവാണ് 36 ഇഞ്ച്. ചിലർക്ക് 34-നേക്കാട്ടി കുറവായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും. വേസ്റ്റിൻ്റെ ഉള്ള ലെന്ത് വിഡ്ത്ത് എന്ന് പറയുന്നത് 31 ഇഞ്ച് പ്ലസ്. പിന്നെ ഹിപ്പ് എന്ന് പറയുന്നത് 36 ഇഞ്ചാണ് ഹിപ്പ് വിടുന്നത്. ആം ലെന്ത് എന്ന് പറഞ്ഞ ലെന്ത് എന്നാണ്. അപ്പം കൈയുടെ നീളം ഇതിനകത്ത് ഇവർക്ക് വേണ്ടിയത് 8 ഇഞ്ച് മതി. പിന്നെ കൈ വണ്ണം എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. കൈക്കുഴി നമ്മൾ കുഴിച്ച് കിട്ടുന്നത് 16, അപ്പോൾ 16ൻ്റെ പകുതി 8. ഓക്കെ. ഷോൾഡർ എന്ന് പറഞ്ഞാൽ 14 ഇഞ്ച് മതി. കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് അവർക്ക് വേണ്ടത്. അത് ഫ്രണ്ടിലത്തെ കഴുത്താണ് കേട്ടോ. ബാക്ക് നെക്ക് എന്ന് പറയുന്നത് 3. ബട്ടക്സ് എന്ന് പറയുന്നത് 39. നമ്മളിപ്പോൾ തുണി മടക്കി എടുക്കുമ്പോൾ നമ്മൾക്ക് കുറഞ്ഞത് ഒരു 39 മുതൽ ഇത് 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ മടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു 12-13 ഇഞ്ചെങ്കിലും വെടുത്തുള്ള തുണി വേണം ഈ ചുരിദാറ് മടക്കി ഇടാനായിട്ട്. 4ആയിട്ട് മടക്കി ഇടുക, എന്നിട്ട് വേണം നമ്മൾ വെട്ടാൻ. അല്ലെങ്കിൽ 36 ഈ നമ്മൾ ചെസ്റ്റ് 34 ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ആ അളവ് 4ആയിട്ട് മടക്കിയിട്ട് ഇട്ടാൽ കറക്റ്റ് മെഷർമെൻറ്റ് ഈ താഴോട്ട് വരുമ്പം ഹിപ്പിൻ്റെ ഉള്ളോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഏറ്റവും വലിയ വിഡ്ത്ത് ഏതാണ് വരുന്നതെന്ന് വെച്ചാൽ ആ വിഡ്ത്ത് നോക്കിയിട്ട് വേണം നമ്മൾ തുണി 4ആയിട്ട് മടക്കാൻ. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള തുണി എല്ലായിടത്തും മെഷർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇത് നമുക്കിനി ഇത് ലൈനിങ് തുണിയാണ്. ലൈനിങ് തുണിയുടെ വെച്ചാണ് നമ്മളിനി അത് മടക്കി 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്ന പീസാണിത്. ഫ്രണ്ടിലത്തെയും ബാക്കിലെയും പോർഷനോട് മടക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പം പറഞ്ഞ അളവിനേക്കാട്ടിൽ ലെന്തെന്ന് പറയുന്നത് കുറച്ചുകൂടെ കുറച്ച് 42 ഒക്കെ മതി. പിന്നെ കൈനീളം കുറച്ചുകൂടെ അവർ കൂട്ടിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞ മെഷർമെൻറ്റിൽ സ്വല്പം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഞാൻ ഈ വെട്ടുന്ന സമയത്ത് പറഞ്ഞു തരാം. ഇതിപ്പം നമ്മൾ ഏത് പോർഷൻ ചെയ്യാൻ ചെസ്റ്റ് ആണെങ്കിലും അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ 1 ഇഞ്ചോ ഇപ്പം നമ്മൾ ഇറക്കമെന്ന് പറയുന്നത് 4ആയിട്ട് മടങ്ങി അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരാളായതുകൊണ്ട് 39ഓളം മതിയേ. ലൈനിങ് തുണിയിലാണ് വെട്ടുന്നത്. അപ്പോൾ ലൈനിങ് തുണിയിൽ നമുക്ക് എത്ര ആവശ്യമുള്ളൂ അതിനേക്കാളും ഒരു 4 ഇഞ്ചോളം കുറച്ച് വേണം നമ്മൾ വെട്ടാനായിട്ട്. അപ്പോൾ 4ആയിട്ട് മടക്കിയിട്ട തുണിയാണിത്. ഇപ്പം ചെസ്റ്റ് അളവൊക്കെ എടുക്കുമ്പോൾ നമ്മളതിന് 34 ഇഞ്ചാണല്ലോ ചെസ്റ്റ് അളവ്. അപ്പോൾ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ. പ്ലസ് തയ്യൽ തുമ്പൂടി ഇടും. ഇപ്പോൾ ഷോൾഡർ എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് നമ്മൾ ഇതിനകത്ത് മെഷർ ചെയ്യുന്നത്. ഷോൾഡർ താഴെ മാർക്ക് ചെയ്യുന്നു. സ്കെയിൽ വെച്ചത് മാർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ഷോൾഡറിന് അവിടുന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൈക്കുഴി എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അതും അതുപോലെ തന്നെ 6 ഇഞ്ചോളമാണ് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം അതും അവിടെ ഒരു വര വരച്ചപ്പോൾ ഒരു സ്ക്വയർ. എന്നിട്ട് ആം ഹോൾ കെയർ ഉണ്ടല്ലോ നമ്മുടെ, അത് വെച്ചിട്ട് ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ വരയ്ക്കുകയാണ് കൈക്കുഴി. അപ്പം ഫ്രണ്ടും ബാക്കും പ്രത്യേകമാണ്. അപ്പം നമ്മൾ ഈ ചെസ്റ്റ് അളവ് എത്ര വേണ്ടിയെന്ന് നോക്കണം. ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 36 നമുക്ക് വേണ്ടത്. 36 പ്ലസ്, അപ്പോൾ അവിടെയാണല്ലോ വണ്ണം കൂടുതലുള്ളത്. അപ്പോൾ അതാദ്യം എടുക്കുന്നത്. പതിനൊന്ന് ഇഞ്ചോളമാണ്. 1.5 ഇഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ടിട്ടുണ്ട്. ലൂസ് 1/2 ഇഞ്ചോളം ലൂസ് കൂട്ടണം. നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നതായതുകൊണ്ട്. പിന്നെ ഇടുപ്പിൻ്റെ അവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ താഴോട്ട് അളവെടുക്കുന്നതെന്ന് വെച്ചാൽ 6 ഇഞ്ചുള്ളൂ. ഇത് ഹൈറ്റ് കുറവുള്ളൊരു കുഞ്ഞായതുകൊണ്ട് അവൾക്ക് 6 ഇഞ്ച് മതി. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇടുപ്പിൻ്റെ വണ്ണം മെഷർ ചെയ്യും.
അപ്പം നമ്മൾ ചെസ്റ്റ് എടുത്തതിനേക്കാൾ 1 ഇഞ്ച് കുറവാണ് ഇവിടെ എടുക്കുന്നത്. 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെയാണ് എടുക്കുന്നത്. ഓക്കെ. പിന്നെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് വരുത്താനായിട്ട് നമ്മൾ 17 18 ഇഞ്ചോ മതി. നമ്മൾ സാധാരണ എന്നാൽ ഒരു 150 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാൾക്കൊക്കെ ആണെന്ന് നമ്മൾ എത്ര എടുക്കുന്നത്? സാധാരണ 21 ഇഞ്ചിൻ്റെ അവിടെ കൊണ്ടാണ് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പൊക്കം കുറവുള്ള ആളായതുകൊണ്ട് 18 ഇഞ്ച് അല്ലെങ്കിൽ 17 ഇഞ്ചിൻ്റെ അവിടെ മതി സ്ലിറ്റിൻ്റെ അളവ്. അവിടെ നിന്ന് വേണം തയ്ച്ച് തുടങ്ങാനായിട്ട്. അത്രയും ബോഡി പോർഷൻ്റെ അവിടെ ഇറക്കം മതി. അപ്പോൾ അവിടേക്ക് നമ്മൾ 10 11 ഇടുക. എന്നിട്ട് 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പിടാവേ. 1 ഇഞ്ചോ 3/4 ഇഞ്ചോ അതിൽ 3/4 ഇഞ്ച് കൂടുതലൊന്നും 1 ഇഞ്ച് കൂടുതൽ ഒരിക്കലും ഇടരുത് കേട്ടോ. അപ്പോൾ ഇടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മടക്കി അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. അത് ശരിയായിട്ട് മടങ്ങി വരികയില്ല. ഒത്തിരി വീതി കൂടിപ്പോകും സൈഡ് അടിക്കുമ്പം. അത് താഴോട്ട് അതേ ലെവലിൽ തന്നെ മേളിൽ സ്ലിറ്റിൻ്റെ അവിടെ മെഷർമെൻറ്റ് എടുത്തതിനേക്കാട്ടിലും 1 ഇഞ്ച് കൂടെ താഴെ നമ്മൾ കൂട്ടിയെടുക്കുക. മേളിൽ 11 താഴെ 12 എടുക്കുക. ഓക്കെ. എടുത്തതിന് ശേഷം 1 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പൂടി ഇടുക. ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. വേറെ ചുരിദാർ തയ്ക്കുന്നതിൻ്റെ വെട്ടുന്നതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടിക്ടാക് ബ്യൂട്ടി ക്രിയേഷൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളൊരു 2-3 വട്ടം കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. വേറെ ഒത്തിരി വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ ആംഹോളും അതുപോലെ വരച്ച് ചേർക്കുകയാണ്. ആംഹോൾ കർവ് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ബാക്ക് ആംഹോളും ഫ്രണ്ട് ആംഹോള് അതിനെക്കാട്ടി കുറച്ചുകൂടെ കുറച്ച് വരും. നമ്മൾ തുണി മാർക്ക് ചെയ്തതിന് ശേഷം വെട്ടിയെടുത്ത ഭാഗമാണ് ഈ കാണുന്നത്. നെക്ക് നമ്മൾ പിന്നെ തയ്ക്കുന്ന സമയത്താണ് വെട്ടത്തുള്ളേ. പിന്നെ നമ്മളത് ആ ലൈനിങ് തുണി ഒറിജിനൽ തുണിയിലോട്ട് നമുക്ക് അതേപോലെ തന്നെ മടക്കി വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ലൈനിങ് അത് 4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് വേണം ഇറക്കം എടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ലൈനിങ് 4 ഇഞ്ച് നമ്മൾ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എന്നിട്ട് ആ എഡ്ജ് വന്നിട്ട് നമ്മൾ 1/2 ഇഞ്ചോളം 1 ഇഞ്ചോ 1 ഇഞ്ചോ കുറച്ച് വേണം ജസ്റ്റ് ഒന്ന് കർവായിട്ട് വരയ്ക്കാൻ. നമ്മൾ അതേപോലെ ടോപ്പ് ലൈനിങ് വെട്ടിയില്ലേ അതേപോലെ വെച്ച് നമ്മളങ്ങ് വെട്ടിയെടുത്താൽ മതി. അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും ഈ ഇറക്കം മാത്രം ഒന്ന് കുറച്ച് കൂട്ടിയിട്ട് വെട്ടണം. അത് മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ നമ്മളത് വെട്ടിക്കഴിഞ്ഞു. ആദ്യം നമ്മൾ ബാക്കിയുള്ള തുണി ഒന്നെടുത്ത് 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു.
എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ മെഷർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൈക്ക് എത്ര ഇറക്കം വേണോ, 11 വേണോ 13 വേണോ, അതത്രയും നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഈ വിട്ടിരിക്കുന്ന തയ്യൽ തുമ്പൂടൊന്ന് വരച്ചതാണ്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് 13 ഇഞ്ച് വേണം കൈക്കുഴിയെങ്കിൽ, കൈയുടെ നീളമെങ്കിൽ നമ്മൾ 1 ഇഞ്ചൂടെ കൂടുതലിട്ട് വേണം വെട്ടാൻ. അങ്ങനെ 1 ഇഞ്ചൂടെ കൂടുതലിട്ട് വെട്ടി മാർക്ക് ചെയ്തു. കൈക്കുഴി ഒരു 3.5 ഇഞ്ചോളം കൈ കുഴിച്ചു വെട്ടാനായിട്ട് 3.5 ഇഞ്ചോളം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് പോലെ വരച്ചെടുത്താൽ മതി. കൈയൊക്കെ വെട്ടുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റുമേ. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഇത് നോക്കാമേ. കഴുത്തിൻ്റെ വിട്ടെന്ന് പറയുന്നത് 3 ഇഞ്ചും 6 ഇഞ്ച് കഴുത്തിറക്കവുമാണ് ഇതിന് വേണ്ടിയത്. അപ്പോൾ അതൊരു പ്രത്യേക രീതിയിലാണ് ഇത് വെട്ടുന്നത്. അപ്പോൾ 6 ഇഞ്ച് കഴുത്തിറക്കം, 3 ഇഞ്ച് കഴുത്തിൻ്റെ വീതി. അപ്പോൾ ഒരു സ്ക്വയർ ആദ്യമേ വരയ്ക്കണം. ശേഷം നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ചോളം മാർക്ക് ചെയ്യുന്നു. മറ്റടുത്ത് താഴോട്ട് വരുന്നിടത്ത് 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിന് മുമ്പേ നമ്മൾ അവിടെ നിന്ന് മേളിൽ നിന്നും 1 ഇഞ്ചോളം മാർക്ക് ചെയ്തിടുന്നു. മെഷർമെൻറ്റ് വരുമ്പോൾ സെൻറ്റർ ഭാഗത്തിന് 1.5 ഇഞ്ചോളം നമ്മൾ അവിടെ മാർക്ക് ചെയ്തു. നമ്മൾ നേരെ അവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് താഴേക്ക് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കണ്ടോ? എന്നിട്ട് അവിടെ നിന്ന് മറ്റേ ആ ഭാഗത്തോട്ട് ഇത് ഈ പിക്ചറിൽ കാണുന്ന പോലെ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചരിച്ച് മാർക്ക് ചെയ്യുന്നേ. അപ്പോൾ ഏകദേശം ഒരു ചതുരാകൃതിയിൽ കഴുത്ത് വരുന്നുണ്ട്. നമ്മൾ ബാക്കി ഭാഗം ഒരു വട്ടത്തിലാണ്. അപ്പോൾ അത് നമ്മൾ ആ മുകളിൽ വെച്ച് വരച്ചെടുത്താൽ മതിയേ. പിന്നെ ഔട്ടർ ലെയർ നമ്മൾക്ക് എത്ര വീതി വേണമെന്ന് വെച്ചാൽ അതതുപോലെ അങ്ങ് വെച്ച്, അതിന് ഔട്ടർ ലെയർ നമ്മളിപ്പോൾ ഇൻസൈഡിലോട്ടാണ് മടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പുറത്തെ ഭാഗം ഏത് ഷേപ്പിലിരുന്നാലും കുഴപ്പമില്ല. ഇത്ര അളവാണ് വെച്ച് വീതിക്കാണ് ഇത്. കാരണം ഇത് പ്രത്യേക രീതിയിലുള്ള നെക്കായതുകൊണ്ട് തുണിയൊക്കെ നനച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഇച്ചിരി വീതിക്ക് ഞാൻ ക്യാൻവാസ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ജസ്റ്റ് അങ്ങ് കർവായിട്ട് അങ്ങ് വരച്ച് പോവുക. ഞാൻ പുറത്തുനിന്ന് തയ്ച്ച് നമ്മൾ അകത്തേക്കാണ് ഈ കഴുത്ത് മടക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടുന്നത്. നമ്മൾ പിന്നൊക്കെ കുത്തിയതിന് ശേഷം അത് വെട്ടിയെടുക്കുക. ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ തുണി എൻ്റെ തന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്കതിൻ്റെ കളർ എത്ര ചെയ്യാനൊന്നും അതിനുള്ള അല്ലെങ്കിൽ നമ്മളൊരു ഡിസൈൻ പോലെ അങ്ങ് ചെയ്തായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു ഇനി. അപ്പം അങ്ങനൊരു തുണി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സെയിം തുണി തന്നെ വെക്കുന്നുണ്ട്. അത് അടിച്ച് അകത്തേക്ക് മടക്കുകയാണ് കഴുത്ത് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പോലെ നൈറ്റി ബിറ്റുകളൊക്കെ ആവശ്യമുള്ളവർ ഈ ഇത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതൊരു ചുരിദാറിൻ്റെ ടോപ്പുകൾ, അതിൻ്റെ മെറ്റീരിയൽ ആവശ്യമുള്ളവർ, ഫ്രോക്കുകൾ ആവശ്യമുള്ളവരൊക്കെ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്ത നൈറ്റികളും ഫ്രോക്ക് മോഡലിലുള്ള നൈറ്റികളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഫൈനലായിട്ട് വരുന്നത്. അത് നമ്മൾ ചെറിയ പീസ് എടുത്ത് ഔട്ടർ ലെയർ തയ്ക്കുകയാണ്. കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ഇച്ചിരി സ്ലോയിൽ ഇതൊക്കെ തയ്ച്ചെടുത്താൽ മതി. എല്ലാം എങ്കിലുണ്ടല്ലോ നമ്മുടെ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകും.
നമ്മൾ ബോഡി പാർട്ടിൻ്റെ തുന്നി പോർഷൻ എടുത്തേ. ഇപ്പോൾ 2 പീസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ലൈനിങ് കൂടെ ഉള്ളതുകൊണ്ട് ലൈനിങ് നമ്മൾ ആദ്യമേ വെച്ചൊന്ന് തയ്ക്കണം. അതിന് മുമ്പേ ലൈനിങ്ങിൻ്റെ അടിഭാഗം നമ്മളൊരു 1/4 ഇഞ്ചോളം മടക്കി അടിക്കണം. ഈ വീഡിയോ കാണുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് ഇട്ടാൽ മതി. ഓക്കെ. ഇന്ന് നമ്മൾ വേണ്ടത് ലൈനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലൈനിങ് അതിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് കാണിയുടെ വലിപ്പം കൂട്ടിക്കൊണ്ട്, സ്റ്റിച്ചിങ്ങിൻ്റെ വലിപ്പം കൂട്ടിക്കൊണ്ട് നമ്മൾ അതുപോലെ തന്നെ ലൈനിങ്ങിലോട്ട് വെച്ച് തയ്ച്ച് ചേർക്കുകയാണ്. അപ്പം എല്ലാ സൈഡും ഒരേപോലെ ചുളിവില്ലാത്ത രീതിയിൽ വെച്ചുകൊണ്ട് വേണം തയ്ക്കാനായിട്ട്. അഥവാ എക്സ്ട്രാ ആയിട്ട് തുണിയായിട്ട് കറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലൈനിങ്ങിൻ്റേതാണ്. അപ്പം നമ്മൾ അത് മറ്റേ ഭാഗം വെട്ടി ടോപ്പിൻ്റെ ഒറിജിനൽ തുണിയിൽ വെട്ടിയപ്പം ചിലപ്പോൾ വലിപ്പം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ചതിന് ശേഷം ബാക്കി പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം നമ്മളങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മളിപ്പോൾ നല്ല ഭാഗം എടുക്കുകയാണ്. നല്ല ഭാഗവും കഴുത്തിൻ്റെ നല്ല ഭാഗവും അതിൻ്റെ സെൻറ്റർ എടുത്ത് അവിടെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ 4 സൈഡ് മടക്കി ഒന്ന് ജസ്റ്റ് ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ ഇത് പെന്ന് വെച്ച് കുത്തി വെച്ചതിന് ശേഷം നമ്മൾ കഴുത്ത് തയ്ക്കാനായിട്ട് തുടങ്ങാം. ഈ കഴുത്തിൻ്റെ ഭാഗമൊക്കെ തയ്ക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് തയ്ക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സ്ലോയിൽ തയ്ച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പം സ്റ്റിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോയി പിന്നെ അതിൻ്റെ ഷേപ്പേ വ്യത്യാസപ്പെട്ടു. ഒരു സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ മതി. ക്യാൻവാസിലോട്ട് കയറുകയോ ക്യാൻവാസിൽ നിന്ന് ഒരുപാട് അകന്നു പോവുകയൊക്കെ ചെയ്യുമ്പം വൃത്തികേടായിട്ട് ഷേപ്പ്ലെസ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പ് കിട്ടത്തില്ല, വേറെ ഷേപ്പായി പോകും. അതുകൊണ്ട് നമ്മൾ വളരെ സ്ലോയിൽ വേണം തയ്ച്ച് എടുക്കാനായിട്ടേ. അടുത്ത മാസം തുടങ്ങി ഞാനൊരു എംബ്രോയ്ഡറിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എംബ്രോയ്ഡറി തയ്ക്കാൻ ആഗ്രഹമുള്ളവർ ഇതിനകത്തൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അത് ബേസിക് തുടങ്ങി ഞാൻ തുടക്കം തുടങ്ങി കാണിക്കുന്നുണ്ട്. അപ്പം എംബ്രോയ്ഡറി ഇഷ്ടമുള്ളവർ നമുക്ക് തന്നെത്താനെ ചെയ്യാവുന്നതേ ഉള്ളൂ എംബ്രോയ്ഡറിയൊക്കെ. കഴുത്തിൻ്റെ നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം അത് ആ ഷേപ്പിൽ തന്നെ വന്ന് അറ്റത്ത് കുത്തി നിർത്തി, കോർണറൊക്കെ വരുന്നുണ്ട്, മൂലയ്ക്കൊക്കെ വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സൂചി കുത്തി നിർത്തിയതിന് ശേഷമേ നമ്മൾ തിരിക്കാവൂ. അല്ല വലിക്കുകയൊന്നും ചെയ്യരുത് കഴുത്ത് തയ്ക്കുമ്പോൾ. ഇതിന് ബാക്ക് പോർഷനാണ് എടുത്ത് അതിൻ്റെ കഴുത്തിൻ്റെ
അളവ് നമ്മൾ എത്ര വലിപ്പമെന്ന് വെച്ചാൽ ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ ഞാനിനി 3 കഴുത്താൽ ഇട്ടിരിക്കുന്നത്. ഇറക്കം 4 ഇഞ്ചാണ്. അതിന് ശേഷം വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ചെറിയൊരു ക്രോസ് പീസ് എടുക്കുക. ഇതിൽ നമ്മൾ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് എന്നിട്ട് ആ കഴുത്തിൻ്റെ ഭാഗം വെച്ച് തന്നെ നമ്മളൊരു തുണി എടുത്ത് തയ്ച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. കാരണം ലൈനിങ് തുണികളൊക്കെ ലൈനിങ്ങിൻ്റെ വെട്ടിയതിൻ്റെ ഭാഗമൊക്കെ ബാക്കിയുണ്ടല്ലോ. ഇങ്ങനൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ 2 തുണിയാണ്. അത് നമ്മൾ നടുവെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കഴുത്തിലായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. നമ്മൾ കഴുത്തേലൊന്ന് തയ്ച്ചതിന് ശേഷം അതിൻ്റെ പുറത്തൂടെ ആ ക്രോസ് പീസിൻ്റെ പുറത്തൂടെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് തയ്ക്കുകയാണ്. അങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഇരിക്കും. നമ്മൾ ഫ്രണ്ട് പോർഷൻ ഓൾറെഡി തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ. അത് ഞാൻ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കുമ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാമേ. നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തയ്ക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരിക്കലും ആ ജോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ആ പ്രഷർ കൊണ്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കുറച്ചുകൂടെ പുറത്തോട്ട് തള്ളി വരും. ഞാനിപ്പോൾ തയ്ച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് അകലം വരുന്നുണ്ട്, കണ്ടോ, ഗ്യാപ്പ് വരും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഒരു കാര്യം ചെയ്ത് നമ്മൾ കൈക്കുഴിയുടെ അവിടുന്ന് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വേണം നമ്മളെപ്പോഴും ജോയിൻ ചെയ്യാനായിട്ട് തുടങ്ങേണ്ടത്. അല്ല നമ്മൾ കഴുത്തിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ അവിടെ തയ്ച്ച് തുടങ്ങിയാൽ, ഷോൾഡറിൻ്റെ അവിടെ തയ്ച്ച് തുടങ്ങിയാൽ അവിടെ ജോയിൻറ്റിൻ്റെ അവിടെ കഴുത്തിൻ്റെ അകലം വരും. അപ്പോൾ വൃത്തികേടായിട്ട് തോന്നും നമുക്ക്. അപ്പോൾ 2 പോർഷനും തയ്ച്ചതിന് ശേഷം ഡബിൾ സ്റ്റിച്ച് ഇട്ട് വേണം തയ്ക്കാനായിട്ട്. ഞാനിത് ഹെമ്മിങ് ചെയ്യുവാണ്, കൈ കൊണ്ടാണ് ഹെമ്മിങ് ചെയ്യുന്നത്. അല്ല, കൈയുടെ പോർഷനാണ് തയ്ക്കുന്നത്. കൈ നമ്മൾ ലൈനിങ് ഉണ്ടല്ലോ, ആ ലൈനിങ്ങിന് കറക്റ്റായിട്ട് വെച്ച് അതിൻ്റെ മുടത്തുനിന്ന് സ്റ്റിച്ചിട്ട് നമ്മൾ കൈക്ക് ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 ഇഞ്ച് വീതിയുള്ളൊരു തുണി എടുക്കുകയാണ്. അതുപോലെ ഒരു 6 ഇഞ്ച് നീളമുള്ളൊരു തുണി കട്ട് പീസ് എടുത്ത് ജസ്റ്റ് ഒരു ഓപ്പൺ ചെയ്തോടെ ഒരു മുത്തോ ബട്ടണോ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം മേളിൽ നിന്ന് തയ്ച്ച് വന്ന് ഇങ്ങനെ തയ്ച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും ഒന്നുകൂടെ തയ്ക്കണം. അപ്പം നടുക്ക് ഒരു പ്രഷർ പുട്ടിൻ്റെ ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പിലൂടെ വേണം നമ്മൾ വെട്ടാനായിട്ട്. 2 പീസാക്കണം നമ്മളത്. ഇങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നടുഭാഗത്ത് ചോക്കിച്ചൊരു ലൈൻ ഇട്ടിട്ട് നമ്മൾ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളയാതെയും കറക്റ്റ് അകലത്തിൽ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും, സ്ട്രെയിറ്റ് ആയിട്ട്. അതിന് ശേഷം നമ്മൾ ആ ഭാഗം വെട്ടിയിടും. അപ്പോൾ എൻ്റെ കൊണ്ടുവന്നിട്ട് 2 സൈഡിലുള്ള കോർണറിലോട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് കയറാതെ വേണം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത്, എന്നാലേ നമുക്ക് ഈ പോർഷൻ തിരിഞ്ഞു വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും തയ്ച്ച് കഴിയുമ്പോൾ.
നമ്മൾ പൈപ്പിങ് വെച്ചതാണിത്. 3 പൈപ്പിങ് വെച്ചു. എന്താ വെച്ചാൽ അതിന് ശേഷം നമ്മൾ ബട്ടൺസ് പിടിപ്പിച്ചു. അതെല്ലാം കൈ കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ അടിഭാഗത്ത് അടിക്കാനായിട്ട് ഒരു പടി എടുക്കുകയാണ്. പടി നമുക്ക് ഇഷ്ടമുള്ള പോലെ എത്ര വീതി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ ജസ്റ്റ് 1/4 ഇഞ്ചോളം പടിയുടെ ഇത് എടുക്കുന്നുള്ളേ. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് വേണേൽ തയ്ക്കാം, 1/2 ഇഞ്ച് വേണേൽ തയ്ക്കാം. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് 1 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ തയ്ക്കുന്നതാണ് എളുപ്പം. ഇത് ഞാൻ ജസ്റ്റ് ഒരു 1/4 ഇഞ്ചിൻ്റെ വീതിക്കാണ് ജസ്റ്റ് ഒരു പടി ഇങ്ങനെ തയ്ക്കുന്നതേ ഉള്ളൂ. അത് നമ്മുടെ യുക്തിക്കനുസരിച്ചും കസ്റ്റമറിൻ്റെ ഇഷ്ടം അനുസരിച്ചും തയ്ച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു 1/4 പ്രഷർ പുട്ടിൻ്റെ വീതിക്ക് മാത്രമാണ് ഞാൻ പടി അടിക്കുന്നത്. അങ്ങനെ അടിച്ചതാണ്. 2 ഭാഗത്തും ഉണ്ടല്ലോ, 2 ഭാഗം നമ്മൾ ജസ്റ്റ് ഇത്രയും വീതി വരത്തുള്ളൂ. എന്നാ ഇങ്ങനെ ഇരിക്കും നമ്മൾ കൈയുടെ അറ്റം തയ്ച്ച് കഴിയുമ്പം. വെറും ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള തുണിയാണെങ്കിൽ പോലും നമ്മൾ അതിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കുമ്പോൾ ആ തുണിയുടെ ഫാഷനെ മാറിപ്പോവാണ്. ഇനി നമ്മൾ കൈ അറ്റാച്ച് ചെയ്യണം. എൻ്റെ ഷോൾഡറിന് അവിടെ കൊണ്ടുവന്നിട്ട് കൈയുടെ സെൻറ്റർ പോർഷൻ പിന്നെ കുത്തിയതിന് ശേഷം നമ്മൾ കൈ ഇങ്ങനെ 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പിട്ടുകൊണ്ട് തയ്ക്കുകയാണ്. അപ്പോൾ കൈയൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഫ്രണ്ട് ഭാഗമൊക്കെ കുഴിച്ച് വെച്ചിട്ടാണ് തയ്ക്കാൻ. ഇത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. നമ്മൾ തയ്ക്കുമ്പോൾ 2 സ്റ്റിച്ചെങ്കിലും കുറഞ്ഞത് ഇതിനുണ്ട്. ഞാനിതിൽ ഓവർലോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ 2 സ്റ്റിച്ച് വിട്ടിട്ടുണ്ട്. ഇത് കോട്ടനൊക്കെ ഓവർലോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഒന്ന് ഓവർലോക്ക് ചെയ്യുന്നതാണ് ഭംഗി. ഇത് കൈയും എല്ലാം തയ്ച്ചതിന് ശേഷം നമ്മൾ സൈഡെല്ലാം അറ്റാച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ ടക്ക് ഇടുകയാണ്. ടക്ക് ഇടാനായിട്ട് ഇത് ഇറക്കം കുറഞ്ഞൊരു പൊക്കം കുറഞ്ഞൊരു കൊച്ചായതുകൊണ്ട് അവൾക്ക് ടക്കിൻ്റെ നീളമെന്ന് പറഞ്ഞാൽ 9 ഇഞ്ചും അത് ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. വീതി 4 ഇഞ്ചും സെൻറ്ററിൽ നിന്ന് ഇവിടെ 4 ഇഞ്ചും എടുക്കുക. എന്നിട്ട് നമ്മൾ ടക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ സെൻറ്റർ നോക്കി 1/2 ഇഞ്ച് വീതിക്ക് കണ്ടോ. ഇങ്ങനെ നമ്മൾ വരച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട്, നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനെപ്പോഴും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. 2 സൈഡ് അതുപോലെ ചെയ്ത ശേഷം ഇതേപോലെ ആ സെൻറ്റർ നോക്കി പിടിക്കുകയാണ്. പിടിച്ച് കോട്ടൺ തുണിയാകുമ്പോൾ നമ്മുടെ കൈക്ക് വഴങ്ങി വരും. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുകയാണേ. സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ മടക്കി അടിക്കുകയാണ്. ജസ്റ്റ് ഒരു 1/4 ഇഞ്ചോ ഒന്ന് മടക്കി അതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കിയതിന് ശേഷം
എഡ്ജ് കൂടി ഇങ്ങനെ തയ്ച്ച് വരികയാണ്. ചുരിദാർ തയ്ച്ചതിന് ശേഷമുള്ള വീഡിയോ പാകം തയ്ച്ചതിന് ശേഷം കാണിക്കുന്നതാണിത്. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം താങ്ക് യു. വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്.